നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 66 വർഷങ്ങൾക്ക് ശേഷം AICC സമ്മേളനം. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി DCCകൾക്ക് കരുത്താകുന്ന തീരുമാനങ്ങൾ AICC സമ്മേളനത്തിലുണ്ടാകുമെന്ന് നേതാക്കൾ. DCC അധ്യക്ഷർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകും. ലോക്സഭാ നിയമസഭാ സ്ഥാനാർത്ഥികളെ DCC അധ്യക്ഷന്റെ അനുമതിയോടെ തീരുമാനിക്കും. ബ്ലോക്ക് നിയോജക മണ്ഡലം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം DCCക്ക് നൽകും. എത്ര മുതിർന്ന നേതാക്കൾ സഹകരിച്ചില്ലെങ്കിലും പാർട്ടി പരിപാടികൾ DCC അധ്യക്ഷർക്ക് നടത്താം. പക്ഷപാതപരമല്ലാത്ത എന്ത് തീരുമാനത്തിനും AICC പിന്തുണ നൽകും. DCCകളുമായി AICC നേതൃത്വം നേരിട്ട് ആശയവിനിമയം നടത്തും. പാർട്ടിയെ നയിക്കേണ്ട പ്രധാന നേതാവായതിനാൽ DCC അധ്യക്ഷന് ആദ്യം 3 വർഷത്തേക്ക് മത്സരവിലക്കും വന്നേക്കും. ഇത് ആദ്യഘട്ടത്തിൽ ഗുജറാത്തിൽ നടപ്പാക്കും. വിജയിച്ചാൽ രാജ്യമെങ്ങും വ്യാപിപ്പിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. ഇതിനായുള്ള പ്രമേയം സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കും. 1885 കോൺഗ്രസ് സ്ഥാപിതമായ ശേഷം 6ാം തവണയാണ് ഗുജറാത്തിൽ AICC സമ്മേളനം നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 2ാം തവണയും അഹമ്മദാബാദിൽ 3ാം തവണയുമാണ് സമ്മേളനം നടക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി തീരത്ത് AICC സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ചേരും. 1700ഓളം നേതാക്കൾ പങ്കെടുക്കും. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യവുമുണ്ടാകും. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ് തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യവുമുണ്ടാകും. DCC അധ്യക്ഷർക്ക് കൂടുതൽ അധികാരം നൽകുന്ന തീരുമാനമുണ്ടാകും. കോൺഗ്രസ് അധ്യക്ഷനായി മഹാത്മാഗാന്ധി ചുമതലയേറ്റതിന്റെ 100ാം വാർഷികവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികവും ഒത്തുചേരുന്ന വേളയിലാണ് സമ്മേളനം.